ഒപ്റ്റിമസിൻ്റെ ഹോം സീരീസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടുള്ള ശ്രീ ജയചന്ദ്രൻ്റെയും ശ്രീമതി ജ്യോതിയുടെയും വീട്ടിലേക്കാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്ലോട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് 12 മീറ്ററാണ്. ഈ വീട് നിർമ്മിച്ചത് ആദിത്യ അസോസിയേറ്റ്സിലെ ശ്രീ എഞ്ചിനീയർ പ്രദീപാണ്. ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. പ്രദീപ് സാർ, ഈ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഈ വീടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒരു എൻട്രി പോയിൻ്റ് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ഡ്രോയിങ് ഡൈനിങ് ഹാള്, 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുണ്ട്. കൂടാതെ ഈ ഹാളിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റെയർ കേസ് മുകളിലത്തെ നിലയിലേക്ക്, ഓപ്പൺ കിച്ചണാണുള്ളത്. ഒപ്പം അതിനോടനുബന്ധിച്ച് ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്രൗണ്ട് ഫ്ലോറിനെ സംബന്ധിച്ച് ഈ വീട്ടിലുള്ള. സാർ, ഇത് ലിവിങ് ഏരിയ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പ്ലോട്ടിനെ സംബന്ധിച്ച് നമുക്ക് സ്ഥലത്തിൻ്റെ ലഭ്യത ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഈ ഡ്രോയിങ്ങും ഡൈനിങ്ങും കൂടെ ഒറ്റ ഹാളായി കൊടുക്കണം മാത്രമേ ഈ സൈറ്റിൻ്റെ അവസ്ഥ അനുസരിച്ച് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ലിവിങ് ഏരിയ കുറച്ച് സ്പേഷ്യസ് വേണം എന്ന് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ലിവിങ് ഏരിയ കുറച്ച് ലെങ്തി ആക്കുകയും ഒപ്പം ഈ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ഓപ്പൺ കോർട്ട് യാർഡ്, ഒരു ഗ്രീനറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോർട്ട് യാർഡ് കൊടുക്കുകയും അത് ഓപ്പൺ ടു സ്കൈ വേണം, ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് ഒരു ഓപ്പണായിട്ടുള്ളൊരു ലിവിങ് ഏരിയ കൺസെപ്റ്റിലേക്ക് വന്നത്. അതിനുശേഷം നമ്മൾ ഡൈനിങ് ഏരിയ ഇതിനോട് ചേർന്ന് തന്നെയാണ്, പക്ഷേ അതിനിടയിലൊരു സെപ്പറേഷൻ എന്നുള്ള നിലയിലാണ് ഈ കോർട്ട് യാർഡ് കൊടുത്തത്. ഈ കോർട്ട് യാർഡ് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക്. അതിൻ്റെ ഈ ഹാളിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് നമ്മൾ 2 ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തത്. ഹാളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോർഷനിലാണ് ഓപ്പൺ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിനോട് അനുബന്ധമായിട്ട് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ പ്ലോട്ടിനെ സംബന്ധിച്ച് പ്ലോട്ടിൻ്റെ വീതി വളരെ പരിമിതമായിരുന്നു. ഏകദേശം 12 മീറ്ററോളം മാത്രം വീതിയും ഒരു ലെങ്ത് വൈസിലുള്ള ഒരു പ്ലോട്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് റൂം അറേഞ്ച് ചെയ്തപ്പോഴാണ് ഈ 2 റോ ഉള്ള ഒരു ബിൽഡിംഗ് ഡിസൈനിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ ഹാളിങ്ങനെ ഒറ്റ ലെങ്തിൽ കൊടുക്കാനുണ്ടായ ഒരു കാരണം. നമ്മൾ ആ വീതി കുറവുള്ളത് കൊണ്ട് വീടിനെ മാക്സിമം റോഡിൽ നിന്നും ബാക്കിലേക്ക് വലിച്ച് മാറ്റി വീടിന് ഫ്രണ്ടേജ് കൂടുതൽ കിട്ടത്തക്കവണ്ണം ആണ് റോഡിൽ നിന്നും നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയാണ് വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ലെങ്തി ആയിട്ട് ഉള്ള വീടായിട്ട് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഡ്ത്ത് കുറവാണ്, ഒരു ലെങ്തി ഫീലിംഗ് ഉണ്ട്. പക്ഷേ അകത്ത് കയറിയാൽ അത് ഫീൽ ചെയ്യാറില്ല. എല്ലാം ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് ഈ ഹാളിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ റൂംസും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എടുത്തത് ആ ഒരു കൺസെപ്റ്റിലാണ്. ഓക്കെ, മെയിൻ എൻട്രൻസിൽ കൂടി വന്നാൽ ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ 2 വലിയ വിൻഡോകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ സോഫ ഫേസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഈ ഡബിൾ ഹൈറ്റ് സെൻട്രൽ കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ്. ഇതാണ് ഈ ലിവിങ് ഏരിയയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. മെയിൻ കിച്ചണായിട്ടുള്ള ഓപ്പൺ കിച്ചണാണ്. അവിടെ ഒരു ഹാഫ് കൗണ്ടർ, പാൻട്രി പോലെയുള്ളൊരു ഹാഫ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതിനോട് വളരെ അടുത്തായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ TV ഏരിയ. ഡൈനിങ് ഏരിയയ്ക്കൊപ്പം വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ TV സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് TV കാണാവുന്ന രൂപത്തിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു TV ഏരിയ ഡിസൈനാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ദിവാനും അതുപോലെ തന്നെ ഒരു റെക്ലൈനറും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ്, അതുപോലെ തന്നെ സിങ്ക്, ഒപ്പം ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ, കിച്ചൺ ഡിസൈനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വർക്ക് ട്രയാങ്കിൾ. കോമ്പാക്റ്റഡ് വർക്ക് ട്രയാങ്കിളിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് കണക്കാക്കാവുന്ന ഒരു ഡിസൈനാണ് ഈ വീടിൻ്റെ കിച്ചണുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്.
ഇതാണ് ഈ വീട്ടിലെ വാഷ് ഏരിയ. സ്റ്റെയർ കേസിനോട് ചേർന്ന് വളരെ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത്. വാഷ് ബേസിനും ഒപ്പം മിററും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ഈ വീട്ടിലെ സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ടഫ് ഔണ്ട് ഗ്ലാസ് ആണ്. അതിന് മുകളിൽ റെയിലിംഗ് ആയിട്ട് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ലെപ്പാത്ര ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി ലിവിങ് ഏരിയ ആണിത്. ഇത് താഴത്തെ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് വരുന്ന ഭാഗമാണ്. ഡബിൾ ഹൈറ്റ് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ ഈ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്തും ടഫ് ഔണ്ട് ഗ്ലാസും അതുപോലെ തന്നെ അതിന് മുകളിൽ വുഡൻ ഹാൻഡ് റെയിലുമാണ് നൽകിയിട്ടുള്ളത്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഈ ഭാഗത്ത് നമുക്കിപ്പോൾ കിട്ടുന്നത്. പ്രദീപ് സാറേ, ഈ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് നമുക്ക് വേണ്ടി വന്നത്? നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് 8 മാസം ആയിരുന്നു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിൽ വേഗത്തിൽ പണി തീർക്കാൻ സാധിച്ചു. അതിനൊരു പൂർണ്ണമായ ക്രെഡിറ്റ് ക്ലയൻറ്റ് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വർക്കുകൾ വളരെ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിച്ചു. നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തി പറഞ്ഞാൽ വർക്കിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ സാധിച്ചപ്പോൾ അവസാനം നമ്മൾ ഇതിനെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളൊരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 7 മാസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിച്ചു. സാർ, അതുപോലെ ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്? ഈ വീട് 2000 സ്ക്വയർ ഫീറ്റാണുള്ളത്. 2000 സ്ക്വയർ ഫീറ്റ് വീടിനകത്ത് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് ആദ്യമേ പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50 lakh rupees ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ ഫിനിഷിങ് ആണ് ചെയ്തത്, ഇൻക്ലൂഡിങ് അതിൻ്റെ കിച്ചൺ കബോർഡ്, ബെഡ്റൂം കബോർഡ് ഒക്കെ അടക്കമാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടി 50 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ്. പിന്നെ ഈ പണികൾ ഇത്രയും തീർന്നപ്പം വേറെ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാനായിട്ട് ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിൽഡിംഗ് കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നും അതിന് ഇൻറ്റീരിയർ അടക്കമുള്ള ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനായത് 50 ലക്ഷം രൂപ മാത്രമാണ്. ചേച്ചി, ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾ ജസ്റ്റ് ഈ പ്ലോട്ട് കൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ പ്ലാൻ എല്ലാം റെഡിയാക്കി തന്നു. ഞങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഇവിടെ നിൽക്കുമെന്ന്. 4 ബെഡ്റൂമുള്ള ഒരു വീട് വേണമെന്ന് മാത്രമുള്ളതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങൾ 1 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാൾ വേഗം തന്നെ സാർ അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വളരെ അനുയോജ്യമായ രീതിയിൽ തന്നെ അത് മാറ്റിത്തന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ മനോഹരമായ രീതിയിൽ ഈ വീട് ഇത്രയും ഭംഗിയാക്കി തന്നതിന് ഞങ്ങൾ പ്രദീപ് സാറിനോട് നന്ദി അറിയിച്ചുകൊള്ളു. സാറേ, വീടിന് പുറമെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ പ്ലോട്ട് ഓപ്പണായിട്ട് കിടന്നതാണ്. അതിന് 4 വശം കോമ്പൗണ്ടുകൾ കെട്ടി. ഒപ്പം വീടിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോർച്ച് ഉണ്ടാക്കി. നമ്മൾ 2 വാഹനം പാർക്ക് ചെയ്യത്തക്ക വണ്ണമുള്ള ഒരു പോർച്ചാണ് ഉണ്ടാക്കി. പിന്നെ നിലവിലുണ്ടായിരുന്ന ഒരു കിണറുണ്ട്, അതിനെ മോഡിഫൈ ചെയ്ത് വൃത്തിയാക്കിയെടുത്തു. ഒപ്പം ഈ ചെറിയ സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനോടനുബന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയൊരു ലാൻഡ്സ്കേപ്പും ചെറിയൊരു കാര്യം വിട്ട് കുറവാണെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ആണ് ചെറുതെന്ന് ഉദ്ദേശിച്ചത്. അപ്പം അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഈ കോമ്പൗണ്ട് വാളും നമ്മൾ 50 ലക്ഷം രൂപയാണെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും കോമ്പൗണ്ട് വാള്, ഈ കാർ പോർച്ച്, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടെ ഒരു 8 ലക്ഷം രൂപയും കൂടെ അഡീഷണലായിട്ട്. അത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലല്ല, അല്ലാതെ നമ്മുടെ കോമ്പൗണ്ട് വാള്, പോർച്ച്, ലാൻഡ്സ്കേപ്പിംഗ്, ഇൻ്റർലോക്ക് ടൈലിങ് എല്ലാം കൂടെ ടോട്ടലി ആയിട്ടുള്ള